തൂലിക ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹവന്ദനം. ലോക ചരിത്രത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത ആത്മപകർച്ച നടന്ന ആദ്യ നൂറ്റാണ്ടിലെ അനുഭവങ്ങളും അതുവഴി വന്ന സത്യവചന ദാഹവും സഭയിലിടത്തോളം വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ഇന്നും ഈ ആത്മപകർച്ച പലയിടങ്ങളിലും ദൃശ്യമാണ്. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ യോഹന്നാൻ ആത്മനിറവിൻ്റെ പാരമ്യത്തിൽ ആത്മവിവശ്യതയിലായെന്ന് പറയുമ്പോൾ തൻ്റെ ശക്തിക്ക് മീതെ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇന്നിൻ്റെ ആത്മീയ പ്രതിഭാസങ്ങളായ ഉന്തിവീഴ്ത്തൽ, കുത്തിവീഴ്ത്തൽ, വിശുദ്ധ ചിരി തുടങ്ങിയുള്ള കോപ്രായങ്ങൾ മനുഷ്യൻ്റെ ബലഹീന മണ്ഡലങ്ങളെ മുതലെടുപ്പ് നടത്തി കാട്ടിക്കൂട്ടുന്ന വികൃതികളാണ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷ എന്ന് നാമകരണം ചെയ്ത് നടത്തുന്ന സമ്മേളനങ്ങളിൽ കാണുന്ന അട്ടഹാസവും പാമ്പാട്ടവും തള്ളവിരൽ കൊണ്ട് നെറ്റിയിൽ അമർത്തി പിറകോട്ട് വീഴ്ത്തൽ എന്നിവ ഇത് ഏതു തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആത്മാവിൻ്റെ പ്രവൃത്തികളെന്ന് വിളിച്ച് വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധാരണയിൽ കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കണമെന്ന് സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലും വലിയ ഒരു ചിന്താവിഷയമായിരിക്കെ, ഈ അടുത്തിടെ ബ്രദർ സജിത് കണ്ണൂർ എന്ന വ്യക്തി ആത്മവിവശ്യതയോ ഊതി വീഴ്ത്തലോ എന്ന തലവാചകത്തിൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിൽ കൂടെയും പുറത്തുവിട്ട പ്രസംഗത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്ത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ ആരെങ്കിലും പ്രീതിപ്പെടുത്തുവാനാണോ എന്നും തോന്നിപ്പോകും. ഈ അടുത്തിടെ ക്രൈസ്തവ ഗോളത്തിൽ നിഴഞ്ഞു കയറിയിരിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പഠിപ്പിക്കലുകളെയും ദുർവ്യാഖ്യാനങ്ങളെയും നഖശിഖാന്തം എതിർത്തിട്ടുള്ള പാസ്റ്റർ ഷമീർ കൊല്ലം ഈ അവസരത്തിൽ ബ്രദർ സജിത് കണ്ണൂരിൻ്റെ ഈ പഠിപ്പിക്കലുകളെ സത്യവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി നൽകുകയാണ്. ഒരു വാക്കുതർക്കത്തിനോ ഒരു വ്യക്തിയെ തെറ്റായി ചിത്രീകരിക്കുകയോ അല്ല ഇവിടെ ചെയ്യുന്നത്. ഇത് സത്യാന്വേഷികളായ നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദയവായി ശ്രദ്ധിച്ചാലും. ഈ വീഡിയോയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രദർ സജിത് കണ്ണൂർ എന്ന യുവ പ്രഭാഷകൻ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ആത്മവിവശതയോ ഊതി വീഴ്ത്തോ എന്ന ടൈറ്റിലോടുകൂടി 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം ഇപ്പോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രസംഗങ്ങൾ ഇത്തരത്തിലുള്ളത് ഉണ്ടായിരിക്കെ ഈ പ്രസംഗത്തിന് ഒരു മറുപടിയുടെ ആവശ്യകത എന്താണ് എന്നുള്ള സ്വാഭാവിക ചിന്ത ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ പെന്തക്കോസ്ത ആത്മീയ ഗോളത്തിനകത്ത് ഫയർവിങ്സിനെ പോലെ വേറിട്ട ചില ഗ്രൂപ്പുകൾ പരിശുദ്ധാത്മാവിനെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഭൗതികമായി ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള പ്രകടനങ്ങൾ, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലരും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ഇത്തരത്തിലുള്ള കൾട്ടുകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന നിലയിലുള്ള ഒരു നല്ല ചിന്ത എല്ലാ ജനത്തിൻ്റെ മനസ്സിലും എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭൗതികമായി കാട്ടിക്കൂട്ടുന്ന ഈ പ്രയോഗങ്ങൾ അത് പരിശുദ്ധാത്മാവാണെന്നും അത് വചനത്തിലുള്ളതാണെന്നും വരുത്തി തീർത്തുകൊണ്ട് ബ്രദർ സജിത്ത് പ്രസംഗിക്കുമ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ബലഹീനരായവരും ആശയക്കുഴപ്പത്തിലിരിക്കുന്നവരുടെ ഒക്കെ മനസ്സിൽ ഈ പ്രസംഗം ചെന്ന് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും വചനപരിജ്ഞാനമില്ലാത്ത പ്രിയപ്പെട്ടവർ ഈ പറയുന്നത് ശരിയാണെന്ന് തോന്നുമാറ് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകുവാൻ ഇടവരും എന്നുള്ള ഗൗരവകരമായ വിഷയം മനസ്സിലാക്കിയിട്ടാണ് താൻ ഉന്നയിച്ചിരിക്കുന്ന ആ പ്രസംഗത്തിൽ താൻ ഉപയോഗിച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ ബ്രദർ സജിത്ത് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ തീർത്തും തെറ്റാണ് എന്ന നിലയിൽ അതേ വേദഭാഗങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ മറുപടി ചെയ്യുന്നത്. ഇതൊരു വാഗ്വാദമോ വെല്ലുവിളിയോ ഒന്നുമല്ല.
മറിച്ച് ചിലർ ചോദിക്കാറുണ്ട്, ഇത് വ്യക്തിപരമായി അങ്ങ് പറഞ്ഞാൽ പോരെ, എല്ലാവരും കേൾക്കുക ഇതൊക്കെ പറഞ്ഞ് ഇടണോ എന്ന് ചോദിക്കുന്നവരോട് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലാണ്, ഒരു വ്യക്തിയോടാണ് സജിത്ത് ഈ തിയറി പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ ആ കുടുംബത്തിൽ പോയി അല്ലെങ്കിൽ ആ വ്യക്തിയെ പോയി കണ്ട് അതങ്ങനെ അല്ല എന്ന് തിരുത്തിയാൽ മതിയായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോഴും യൂട്യൂബിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ വാച്ച് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിലൂടെ ലോകം മുഴുവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയും തൻ്റെ മുന്നിലിരിക്കുന്ന ബലഹീനരായ വിശ്വാസികൾ ഇത് കേട്ടിട്ട് കരമടിച്ചു സ്തുതിച്ചെന്ന് പറയുമ്പോൾ ആ പാവങ്ങൾ യാഥാർത്ഥ്യമറിയാതെ കരമടിക്കുകയും വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്നതായ ഒരു കൂട്ടമുണ്ടല്ലോ എന്നുമൊക്കെ ഓർക്കുമ്പോൾ ഇത് രഹസ്യത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഇത് രഹസ്യത്തിൽ പഠിപ്പിച്ച ഒരു പഠനവുമല്ല. ആയതുകൊണ്ട് തന്നെ പരസ്യമായി താൻ ഉന്നയിച്ച, താൻ പ്രസ്താവിച്ച അതേ വേദഭാഗങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ താൻ ഉന്നയിച്ച വിഷയത്തിന് ശരിയായി വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നതെന്ന നിലയിൽ ഒരു മറുപടി പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധ ഈ ദൈവവചന പഠന ചിന്തയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒന്നാമതായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങി ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്നാണ്. യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തപ്രകാരം പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ മർക്കോസിൻ്റെ മാളികമുറിയിൽ കയറിപ്പോയ കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സജിത്ത് പ്രസംഗം ആരംഭിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അങ്ങനെ കയറിപ്പോയ ആ കൂട്ടത്തിൽ വിശുദ്ധ മറിയം ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നുവെന്ന്. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് രക്ഷ പ്രാപിച്ച ദൈവജനത്തെ വേദപുസ്തകം സംബോധന ചെയ്തിരിക്കുന്ന പദമാണ് വിശുദ്ധന്മാർ. ഓരോ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളുടെ ടൈറ്റിൽ പഠിച്ചാൽ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനം എന്ന നിലയിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ മറിയയെ മാത്രം വിശുദ്ധ മറിയം എന്നെടുത്ത് സംബോധന ചെയ്തത് ഒരുപക്ഷെ താൻ പ്രസംഗിച്ചത് പാലായിലായിരുന്നതുകൊണ്ടും പാലായിലെ സാമുദായികക്കാർക്കൊരല്പം സന്തോഷം തോന്നിക്കോട്ടെ എന്ന് ചിന്തിച്ചുമാകാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ആ കൂട്ടത്തിൽ പോയ എല്ലാവരും വിശുദ്ധരാണല്ലോ. അതിൽ ഒരു പേര് മാത്രം എടുത്തുപയോഗിച്ചത് അല്പം സന്തോഷം അവർക്ക് കൊടുക്കാനാണെങ്കിൽ തർക്കമില്ല. എന്നാൽ അവിടെയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത്. അങ്ങനെ കയറിപ്പോയ കൂട്ടം പെന്തക്കോസ്ത പെരുന്നാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവ് മർക്കോസിൻ്റെ മാളികമുറിയിലേക്ക് ഇറങ്ങി വന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നത്, അവരെല്ലാവരും അന്യഭാഷയിൽ നിറഞ്ഞ് സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടായി. ആ ഒച്ചപ്പാടും ബഹളവും കേട്ട് വന്നുകൂടിയ ആൾക്കാരുടെ മുമ്പിൽ ഒരു കൂട്ടം പറഞ്ഞു, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. മറ്റു ചിലർ ഇവർ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു എന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസ്താവിച്ചു. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവൃത്തി 2-ന്റെ 5. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർഥ്യരും മേധ്യരും എലാമ്യരും മെസൊപ്പൊത്യോമ്യരും യഹൂദിയയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും പൃഗ്യയിലും പംഫില്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ജനം പറഞ്ഞ ഒരഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വന്നുകൂടിയവർ പറഞ്ഞ അഭിപ്രായം. 2, അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു, ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. ഇതാണ് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം, അവിടെ ഒരു കൂട്ടം ജനം ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. മറുകൂട്ടം ഇവർ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുകയാണ്, അവരെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് ആത്മീയരും ഒന്ന് ജഡീകരും.
ആത്മീയൻ ആത്മീയമായത് ചിന്തിക്കുന്നു, ജഡീകൻ ജഡീകമായത് ചിന്തിക്കുന്നു. ആത്മീയന് മനസ്സിലായി അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നതെന്നും ജഡീകന് അത് വീഞ്ഞു കുടിച്ച് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു എന്നും ആണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ എൻ്റെ ചിന്ത, അവരങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നവരാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ജനം പറഞ്ഞതുകൊണ്ട് ഏതു വിധത്തിലാണ് അവരെ ആത്മീയരെന്ന് സംബോധന ചെയ്യാൻ കഴിയുക? ജനം പറഞ്ഞത് സത്യം തന്നെയാണ്, അവർ പറഞ്ഞത് കള്ളമല്ല. പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അവരെങ്ങനെയാണ് ആത്മീയരായിത്തീരുന്നത്? ആ ഒരു വാക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ ആത്മീയരാകുമോ? അതിന് ബൈബിളിൽ തെളിവുണ്ടോ? നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളെന്താ കാണുന്നത്? പൗലോസും ശീലാസും മക്കദോനിയയ്ക്ക് പുറപ്പെട്ട യാത്ര നമുക്കറിയാം. അവിടെ വെളിച്ചപ്പാടത്തിയായി ഒരു ഭൂതം ബാധിച്ച സ്ത്രീയെക്കുറിച്ച് കാണുന്നുണ്ട്. എന്താ ആ സ്ത്രീ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്? ഇവർ ദൈവത്തിൻ്റെ ദാസന്മാർ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, സത്യമാർഗം രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരാണ്. ആ സ്ത്രീ പറഞ്ഞത് സത്യമല്ലേ? ആ സ്ത്രീ കള്ളം പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ആ സ്ത്രീയെ ആത്മീയമായ ഒരു ഭക്തയുള്ള സ്ത്രീയായിട്ടാണോ വേദപുസ്തകം പരാമർശിച്ചിരിക്കുന്നത്? അതോ മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു എന്നാണോ? അപ്പോൾ ഇവർ ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു കൂട്ടത്തെ ആത്മീയരെന്ന് അളക്കാൻ കഴിയുക? അല്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം എങ്ങനെയാണ് ആത്മീയരെന്ന് അളക്കുക? 2, മറ്റു ചില ആൾക്കാർ പരിഹസിക്കാനായിട്ടുള്ള കാരണം അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്, അവർ നോക്കിയപ്പോൾ അപ്പോസ്തലന്മാർ കുടിയന്മാരെ പോലെ കിടന്ന് എന്ത് ചെയ്യുക, അവരുടെ പ്രവർത്തികളും അവരുടെ ആക്ഷനും അവിടെ ഉണ്ടായ അനുഭവം എല്ലാം കുടിയന്മാരെ പോലെ എന്ന പദം വളരെ വ്യക്തമായി സജിത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഗൗരവകരമായി ഞാൻ താങ്കളോട് പറയട്ടെ, അപ്പോസ്തലന്മാരെ കുടിയന്മാരോട് ഉപമിച്ച് താങ്കൾ വളരെ ലളിതമായി ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വില കൊടുക്കേണ്ടി വരും എന്ന് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അവിടെ വ്യക്തമായ വാക്യത്തിൽ തെളിവാണ്. ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. അവരമ്പരന്നതും അവർ ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടതും എല്ലാം ഓരോരുത്തൻ്റെ സ്വന്തം ഭാഷയിൽ ഇവർ സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ അപ്പോസ്തലന്മാർ അവിടെ എന്തെങ്കിലും ഗോഷ്ഠി കാണിച്ചതായോ, കുടിയന്മാർ ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവരെ കാട്ടിക്കൂട്ടിയതായോ, അവർ തറയിൽ കിടന്ന് ഉരുണ്ടതായോ, അവർ കസേര പൊക്കി അടിച്ചതായോ, അവർ മേശപ്പുറത്ത് കയറി നിന്നതായോ, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ സ്വന്തമായ വ്യാഖ്യാനം കൊടുത്ത അപ്പോസ്തലന്മാർ കുടിയന്മാരെ പോലെ കാണിച്ചു എന്നും അതിനോട് ചേർത്ത് സജിത്ത് പറയുന്ന ഒരു പരാമർശം അല്ല, അവർ സാവകാശത്തിലിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയും സാവകാശത്തിലിരുന്ന് നിങ്ങളെപ്പോലെ ഇങ്ങനെ കൈയടിക്കുകയും സാവകാശത്തിലിരുന്ന് പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവത്തിലായിരുന്നെങ്കിൽ ആരെങ്കിലും പറയുമോ ഇവർ ലഹരി പിടിച്ചിട്ടിരിക്കുമെന്ന് ആരെങ്കിലും പറയുമോ എന്നുകൂടെ ഇരിക്കുന്ന ജനത്തെ ചോദിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മിണ്ടാതിരുന്നു, അവർ കുടിയന്മാരെ പോലെ ഗോഷ്ഠിയൊന്നും കാണിക്കാതെ മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇവർ ലഹരി പിടിച്ചെന്ന് ആരും പറയത്തില്ലല്ലോ എന്നാണ് സജിത്ത് അവിടെ സമർത്ഥിക്കുന്നത്. അങ്ങനെ പറയത്തില്ലേ? വേദപുസ്തകം എന്താ പറയുക? 1 ശമൂവേലിൻ്റെ പുസ്തകം നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 1:13 ഞാൻ വായിക്കുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 1:13 ഞാനിങ്ങനെ വായിക്കുകയാണ്. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഹന്ന അവിടെ കുടിയന്മാരെ പോലെ ഗോഷ്ഠി കാണിച്ചിട്ടോ, ഹന്ന അവിടെ മേശയുടെ മേളിൽ കയറി നിന്നിട്ടോ, ഹന്ന അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകടനങ്ങൾ കാണിച്ചിട്ടോ അല്ലല്ലോ ഏലിക്ക് അവൾ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കാൻ തോന്നിയത്. ഹൃദയം കൊണ്ട് സംസാരിക്കുക, അവളുടെ ചുണ്ടുകൾ മാത്രം അനങ്ങുകയും ചെയ്തപ്പോൾ ഏലിയെപ്പോലൊരു പുരോഹിതന് പോലും അവൾ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുക എന്ന് തോന്നിയെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടി വന്ന യേശുവിനെ അംഗീകരിക്കാത്ത ഒരു കൂട്ടം ജനത്തിന് ഇവർ അന്യഭാഷകളിൽ അവരവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് നിൽക്കുന്ന രംഗം കണ്ടിട്ട്
ഇവന് ലഹരി പിടിച്ചു എന്നൊരു പദം ഉപയോഗിക്കേണ്ടതിന് അവർ കുടിയന്മാരെ പോലെ അവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്ന് വ്യാഖ്യാനിക്കുന്നത് തികച്ചും തെറ്റാണ് എന്നുള്ള കാര്യം ദൈവമക്കൾ വളരെ മനസ്സിലാക്കിയിരിക്കണം. അവിടെ അപ്പോസ്തലന്മാർ ലെവൽ കെട്ട് ഓടിയതായിട്ടോ ബോധം കെട്ട് ചാടിയതായിട്ടോ അത്തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നടന്ന പ്രവൃത്തിയിൽ കാണാത്ത കാലത്തോളം ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം നടത്തി ആത്മാവിൻ്റെ പേരിൽ കോമാളിത്തരം കാണിച്ചു കൂട്ടിയ ഫയർവിങ്സിനെ പോലുള്ള ജനക്കൂട്ടത്തെ ദൈവജനം തിരിച്ചറിഞ്ഞു. കച്ചവടം പൂട്ടി വീട്ടിലിരിക്കുന്നവർക്ക് വീണ്ടും എങ്ങനെയും പുറത്തിറങ്ങാൻ ഇതൊക്കെ ആത്മാവിൻ്റെ പരിപാടിയാണെന്നും വരുത്തി തീർക്കാൻ സജിത്തിനെ കൊണ്ട് കയ്യിലെടുത്തൊരു പ്രസംഗം നടത്തുകയാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല. ദൈവജനം വചനം പഠിച്ചു തുടങ്ങിയെന്നും ദൈവജനം വചനം മനസ്സിലാക്കി തുടങ്ങിയെന്നും ഒക്കെ ഇത്തരത്തിലുള്ള കൾട്ട് ഗ്രൂപ്പുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്ന് ഓർപ്പിച്ച് 1-ാമത്തെ ഭാഗം ഞാൻ അവിടെ വിടുകയാണ്. 2, ഇനി അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ് താൻ 2-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്താണത്? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 9 മുതൽ ഇങ്ങനെ വായിക്കുകയാണ്. കൊർന്നേലിയോസ് എന്ന പട്ടാളക്കാരൻ്റെ ഭവനത്തിൽ പത്രോസിനെ അയക്കുകയാണ്. പത്രോസിനെ അയക്കുമ്പോൾ അതിന് 9 മുതൽ പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. വിവശത വന്നത് എന്തിനാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ കാര്യം സജിത്തും ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ജാതിയായവൻ്റെ വീട്ടിൽ പോകുവാൻ മനസ്സില്ലാത്ത പത്രോസിൻ്റെ ചിന്താഗതി ഒന്ന് മാറ്റുവാൻ വേണ്ടിയാണ്. അവിടെ പിന്നത്തേതിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സജിത്തും പറഞ്ഞിട്ടുണ്ട്, തർക്കമില്ല. എന്നാൽ അവിടെ ആ മാടത്തിൽ കയറിപ്പോയ പത്രോസിനൊരു വിവശത വന്നു എന്നും വിവശതയ്ക്ക് മലയാളം നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം, ട്രാൻസ് എന്ന പദത്തിൻ്റെ അർത്ഥം സജിത്ത് വായിച്ചത് ദർശനാവസ്ഥ, തപോനിദ്ര, ദേഹാതീത വൃത്തി, മോഹാലസ്യം, ബോധക്കേട്, സമാധി, മൂർച്ച, മയക്കം ഇത്യാദി അർത്ഥങ്ങളാണ് വായിച്ചത്. സത്യമാണ്. അപ്പോൾ വിവശത, ട്രാൻസ് എന്ന പദത്തിന് മാടത്തിൽ കയറിപ്പോയ പത്രോസിന് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു എന്നുള്ളതിൽ തർക്കം വേണ്ട. ദർശനാവസ്ഥ 1-ാമത്തെ അർത്ഥം. 2, തപോനിദ്ര, ദേഹാതീത വൃത്തി, മോഹാലസ്യം, ബോധക്കേട്, സമാധി, മൂർച്ച, മയക്കം. ഇതിൽ ഏതർത്ഥമാണ് ഈ സംഭവത്തിൽ പത്രോസിന് സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ താഴോട്ട് വായിച്ചാൽ മതി. എന്താണ്? ഒരു ദർശനം കണ്ടു. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരു വിവശത വന്നു, ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു ദുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അപ്പോൾ ഇത്രയും അർത്ഥം അവിടെ പറഞ്ഞതിൽ പത്രോസിനുണ്ടായത് ഏതാണ്? ദർശനാവസ്ഥ. അവിടെ വെച്ചൊരു ദർശനം പത്രോസിനെ കാണിക്കുകയാണ്. ഒരു ദർശനം കാണുകയാണ് പത്രോസ്. തൻ്റെ ആ ഇടുങ്ങിയ ചിന്താഗതി, ജാതികളുടെ വീട്ടിൽ പോകാൻ പറ്റുകയില്ല എന്നുള്ള തൻ്റെ ഇടുങ്ങിയ ചിന്താഗതി മാറുവാൻ ദൈവം ഒരു ദർശനം കാണിക്കുകയാണ്. ആ ദർശനം കാണിച്ചപ്പോൾ അതിന് സജിത്ത് വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: ആ മാടത്തിൽ ഒളിഞ്ഞു നോക്കിയവർക്ക് ബോധമില്ലാതെ ബോധം കെട്ട് കിടക്കുന്ന പത്രോസിനെ കണ്ടിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ ബോധം കെടുവോ, ഇങ്ങനെയൊക്കെ ബോധക്കേട് ഉണ്ടാവുമോ എന്നൊക്കെ തോന്നി വേണമെങ്കിൽ വിമർശിക്കാമെന്ന്. അവിടെ ആരാണ് മാളത്തിൽ ഒളിഞ്ഞു നോക്കിയത്? അവിടെ ആരെങ്കിലും മാളത്തിൽ ഒളിഞ്ഞു നോക്കിയോ? മാടത്തിൽ കയറിപ്പോയ പത്രോസ് ആത്മവിവശതയിൽ ദർശനം കാണുമ്പോൾ അത് താനും ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അത് മാടത്തിൽ നടക്കുന്നൊരു സംഭവമാണ്. ഈ പറയുന്ന പോലെ അവിടെ പൗലോസ് വീണെന്നോ അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ടെന്നോ ഒന്നും പറയാൻ തെളിവുകൾ വേദപുസ്തകത്തിലില്ല. ദർശനം കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദർശനം കണ്ടവരെല്ലാം വിളറി പിടിച്ച് ഉരുണ്ടു, അല്ലെങ്കിൽ ദർശനം കണ്ടവരെല്ലാം അവിടെ കിടന്ന് ഓടി ചാടി, അല്ലെങ്കിൽ മാടത്തിൻ്റെ ഉത്തരത്തെ പിടിച്ച് വലിഞ്ഞു കയറി എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇതേ അധ്യായത്തിൽ പത്രോസ് ദർശനം കാണുന്നതിന് മുൻപ് പത്രോസിനെ വിളിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ച കൊർന്നേലിയോസോ
10-ാം അധ്യായത്തിൽ എങ്ങനെ കണ്ടു എന്നാ? 10-ാം അധ്യായം 3-ാം വാക്യം, അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നേലിയോസും കണ്ടു, ദൂതൻ അകത്ത് വരുന്നത് സ്പഷ്ടമായിട്ട് കണ്ടു. കൊർന്നേലിയോസും അവിടെ കിടന്ന് ഓടിയോ? അല്ലോ, ഈ പറഞ്ഞ പോലെ കൊർന്നേലിയോസിൻ്റെ വീട്ടിലുള്ളവരെല്ലാം അവൻ ഭ്രാന്ത് പിടിച്ച പോലെ ഉരുളുന്നതായി കണ്ടോ? ഒന്നും കണ്ടില്ല. അപ്പോൾ ദർശനം കാണുമ്പോൾ അവിടെ കിടന്ന് ഉരുളണമെന്നോ മറിയണമെന്നോ അല്ലെങ്കിൽ കട്ടിലേ കയറി ഓടണമെന്നോ ചാടണമെന്നോ ഒന്നും വേദപുസ്തകത്തിൽ തെളിവില്ല. ദർശനാവസ്ഥ പത്രോസിനുണ്ടായിരിക്കാം. 100 കണക്കിന് ദൈവദാസന്മാർക്ക് കേരളക്കരയുടെ മണ്ണിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ പ്രാർത്ഥനാ മുറിയിൽ അവർ ദൈവവുമായിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ ദർശനം കണ്ട അവസ്ഥകളുണ്ട്. അതില്ലെന്നൊന്നും ആരും വ്യാഖ്യാനിക്കുകയോ തർക്കിക്കുകയോ ചെയ്തതായി എൻ്റെ അറിവിലില്ല. ഇന്നും ദർശനം കാണുന്ന ദൈവഭക്തന്മാർ ഇന്നും ജീവനോടെ ഉണ്ട്, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ അതിനെ ഇന്ന് കാണുന്ന ഈ ഗോഷ്ഠികളുമായി കോമാളിത്തരങ്ങളുമായി പത്രോസ് കണ്ട ദർശനത്തെ ഏത് അടിസ്ഥാനത്തിലാണ് കമ്പയർ ചെയ്യുക? ഏത് നിലയിലാണ് അവിടെ വ്യാഖ്യാനിച്ചുകൊണ്ട് എത്തിക്കുക? മാടത്തിൽ കയറി ഒളിഞ്ഞു നോക്കിയെന്നൊക്കെ പറയാൻ അവിടെ എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും ഒളിഞ്ഞു നോക്കിയെന്ന്? അപ്പോൾ ഇത്യാദിയായി കാര്യങ്ങളൊന്നുമില്ലാതിരിക്കെ സ്വന്തമായി ഊഹിച്ചുകൊണ്ട് അവിടെ പത്രോസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയെന്നൊക്കെ വരുത്തി തീർക്കുന്നത് ഇത്തരത്തിലുള്ള കൾട്ടുകൾക്ക് വീണ്ടും എഴുന്നേൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പൈശാചികമായ തന്ത്രമാണിതിൻ്റെ പിന്നിലെന്നും ആ പഴയ പാമ്പ് പ്രയോഗിച്ച അതേ ഉപായം തന്നെയാണ് ഈ പ്രയോഗിക്കുന്നതെന്നും മനസ്സിലാക്കുവാൻ വചനപഠനം ഉള്ളവന് കൃത്യമായിട്ട് കഴിയും. അതുകൊണ്ട് ഇല്ലാത്ത വ്യാഖ്യാനം നൽകി പത്രോസ്ലീഹായെ ആവശ്യമില്ലാത്ത നിലയിൽ താൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ കുടിയന്മാരെ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്ന് വരുത്തി തീർക്കാൻ വിവശതയ്ക്കുള്ള എല്ലാ അർത്ഥങ്ങളും വായിച്ചുകൊണ്ട് ഇനി അതിൽ ഏതർത്ഥം വേണമെങ്കിലും എടുത്തോ. ദർശനാവസ്ഥ, ദർശനം കാണുന്ന അവസ്ഥ, അതിനിപ്പോൾ എന്താ? 2 തപോനിദ്ര എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലിരിക്കുന്ന അവസ്ഥയാണ്. അവിടെയും ഗോഷ്ഠി കാണിക്കുന്ന രംഗമില്ല. 3 ദേഹാതീത വൃത്തി, ദേഹത്തിന് അതീതമായി ചിലത് കാണുക. അതിനെക്കുറിച്ച് ഞാൻ പിന്നാലെ തെളിവ് സഹിതം വിശദീകരിക്കാം, നിൽക്കട്ടെ. മോഹാലസ്യപ്പെട്ട് കിടക്കുക, പിന്നൊന്നും അറിയത്തില്ല. വീണ്ടും ബോധക്കേട്, ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ. ബോധം നഷ്ടപ്പെട്ടവൻ പിന്നെ എങ്ങനെ എഴുന്നേറ്റ് ചാടി കയറുകയും ഓടിയും ഉരുളുകയും മറിയുകയും ചെയ്യുന്നത്? ബോധമില്ല, ബോധം മറയുന്ന അവസ്ഥ. സമാധി എന്ന് പറഞ്ഞാൽ അവിടെയും അനങ്ങാതിരിക്കുക എന്ന അവസ്ഥയാണ്. മൂർച്ച, മയക്കം, ഇതെല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. ഇവിടെ എങ്ങും ബോധം കെട്ട് ഓടുകയോ ചാടുകയോ ചെയ്യുന്ന ഒരു അർത്ഥം മലയാളം ഡിക്ഷണറിയിലും കൊടുത്തിട്ടില്ല സുഹൃത്തെ. അതുകൊണ്ട് ഇത്യാദി വ്യാഖ്യാനങ്ങൾ നൽകി ഈ തരത്തിൽ ദൈവജനത്തെ വഞ്ചിക്കുന്ന നിലപാട് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. 3-ാമത്തത്, വീണ്ടും പൗലോസിന് ഇതേ അവസ്ഥ ഉണ്ടായി എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് പ്രവൃത്തി 22-ന്റെ 16-17 വാക്യങ്ങളിലൂടെ. പ്രവൃത്തി 22-ന്റെ 16-17 വാക്യങ്ങളിൽ പൗലോസ് തനിക്ക് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിൻ്റെ സന്ദർശനം നേരിട്ട അനുഭവം മറ്റുള്ളവരോട് സാക്ഷ്യമായി പ്രസ്താവിക്കുന്ന സംഭവത്തിലാണ്. 22-ന്റെ 16 ഇങ്ങനെ വായിക്കുന്നു: ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. അവിടെയും ട്രാൻസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് സജിത്ത് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെയും ഇതേ സംഭവമാണ്. വിവശതയില്ല, ദർശനാവസ്ഥയിൽ, ദർശനത്തിൽ ആരെ കണ്ടു? യേശു ക്രിസ്തുവിനെ കണ്ടു. അതിനിപ്പോൾ എന്താ? അതിനപ്പുറത്ത് പള്ളിയിൽ പോയവരാരെങ്കിലും അവനെ നോക്കിയപ്പോൾ പത്രോസ് അവിടെ ബോധം കെട്ട പോലെ കിടക്കുന്നു, ചത്ത പോലെ കിടക്കുന്നു എന്നൊക്കെ അങ്ങ് വ്യാഖ്യാനിക്കുകയെന്നല്ലാതെ ദൈവാലയത്തിൽ പൗലോസ് ആ നിലയിൽ കിടക്കുന്നത് കണ്ടെന്നോ ആരെങ്കിലും ഒളിച്ചു നോക്കിയെന്നോ ആരെങ്കിലും പോയിട്ട് ഇയാൾ എന്താ ചത്ത പോലെ കിടക്കുന്നതെന്ന് പറഞ്ഞെന്നൊന്നും വേദപുസ്തകത്തിൽ ഇല്ലാതിരിക്കെ സ്വന്തമായി പൗലോസിനെ ആ നിലയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന പരിപാടി തികച്ചും വചനവിരുദ്ധമാണ്. അവിടെയും താൻ ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ താൻ കണ്ടത് ക്രിസ്തുവിനെയാണ്. എന്താ സംശയം? ഇന്നും കാണുന്നില്ലേ? എൻ്റെ ഒരു സ്നേഹിതനുണ്ട് നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ പേര് ജെറോം എന്നാണ്. ആ ദേവദാസൻ കൺവെൻഷനുകളിൽ മൈക്ക് സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സഹോദരനായിരുന്നു. ആ സഹോദരനായിരിക്കുമ്പോൾ തന്നെ
കൺവെൻഷൻ കഴിഞ്ഞ് കുറച്ച് പേര് സ്നാനപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് ഈ പുള്ളി പെന്തിക്കോസുകാരുടെ കലക്കവെള്ളത്തിൽ മുങ്ങുന്ന വകുപ്പ് എന്താണെന്ന് കാണാൻ വേണ്ടി കത്തോലിക്കനായ ഈ സഹോദരൻ കാണാൻ പോയതാ. സ്നാനക്കടവിൽ ഓരോരുത്തർ ഇറങ്ങി സ്നാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. എല്ലാവരും സ്നാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരൻ ഒരു കാഴ്ച കാണുകയാണ്. ആ സ്നാനക്കടവിൽ വെച്ചുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ട രൂപം ആ സ്നാനക്കടവിൽ തൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന രംഗം കണ്ടിട്ട് ഇനി സ്നാപകനുണ്ട്, സ്നാനക്കുളമുണ്ട്, സ്നാനപ്പെടാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തുവിനാൽ പിടിച്ചു വലിക്കപ്പെട്ടവനെ പോലെ കാണാൻ പോയ ആ വ്യക്തി സ്നാനക്കടവിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ ദർശനത്താൽ താൻ സ്നാനമേൽക്കുകയും ചെയ്തു. ദർശനമല്ലേ അത്? താൻ അവിടെ കിടന്ന് ഓടിയോ ചാടിയോ അവിടെ കിടന്ന് മറിയോ ഉരുളുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ തന്നെ ആ മനുഷ്യൻ ഇന്ന് കേരളക്കരയിൽ ഞങ്ങളോടൊപ്പം ഒന്നിച്ച് കവലയിലും തെരുവോരങ്ങളിലും കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനായി ഇന്നും ജീവിക്കുന്നു. അപ്പോൾ വചനത്തിൽ ഇല്ലാത്ത ഈ വ്യാഖ്യാനങ്ങൾ, ദർശനമുണ്ടായി, ദർശനാവസ്ഥയുണ്ടായി, വിവശതയുണ്ടായി എന്ന് പറയുന്നിടത്ത് ഈ പറഞ്ഞ അർത്ഥങ്ങൾ തന്നെയാണെന്ന് താങ്കൾ പറഞ്ഞത് വളരെ ഉപകാരമായി. കാരണം ഇനി വേറെ എന്തെങ്കിലും അർത്ഥം പറയാനില്ലല്ലോ. മലയാളം ഡിക്ഷണറിയിൽ ഇങ്ങനെയാണ്. ഇത്രയും പദമെടുത്ത് പരിശോധിച്ചാൽ അതിലൊന്നും ലെവൽ കെട്ട് ഓടുന്ന ഒരു വ്യാഖ്യാനവും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പത്രോസോ പൗലോസോ ആട്ടെ അങ്ങനെ ചെയ്തതായി യാതൊരു തെളിവും ഇല്ല. പൗലോസ് അവിടെ വീണെന്നോ അവിടെ കിടന്ന് ഉരുണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ജനത്തിൻ്റെ മുമ്പിലാണ് ഇത് സംഭവിച്ചതെന്ന് പോലുമില്ല. പത്രോസിനുണ്ടായത് മാടത്തിലാണ്, പൗലോസിനുണ്ടായത് ദൈവാലയത്തിനകത്താണ്. ഇവിടെ എല്ലാം ആരുടെയെങ്കിലും മുൻപിൽ വെച്ചാണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ഇന്ന് ഈ തരത്തിലുള്ള ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന പോലെ ജാതികൾ കൂടിയിരിക്കുന്ന കൺവെൻഷൻ സ്റ്റേജിൽ കിടന്ന് മറിയുകയാണെന്നോ അല്ലെങ്കിൽ അവരുടെ എല്ലാം മുമ്പിൽ കോമാളിയെ പോലെ കസേര എടുത്ത് തോളത്തിട്ടുകൊണ്ടും പ്രസംഗപീഠം എടുത്ത് കയ്യെ പിടിച്ചുകൊണ്ടും അവിടെ കിടന്ന് ആത്മാവ് കയറി എന്ന് പറഞ്ഞ് ഓടുകയായിരുന്നൊന്നും വേദപുസ്തകത്തിൽ തെളിവില്ലാതിരിക്കെ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാന പ്രസംഗങ്ങൾ സ്നേഹിത താങ്കൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. ഇനി അത്രയും പറഞ്ഞു നിർത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു നിർത്തി. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അതിലൊന്നുപോലും താൻ തൊട്ടിട്ടില്ല. അത് ഈ വിഷയത്തിൻ്റെ അവസാനം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും. അടുത്ത പോയിന്റ്, ഇത്രയും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയിട്ട് പിന്നെ താൻ വരുന്നത് താൻ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ വീഴുന്നതിനെക്കുറിച്ച്. അതാണ് അടുത്ത പോയിന്റിലേക്ക് താൻ പ്രവേശിക്കുന്നത്. വീഴുന്നുണ്ടല്ലോ, അങ്ങനെ വീഴാൻ പാടുണ്ടോ പാസ്റ്റർ എന്നൊക്കെ ചോദിച്ച് ചിലർ വിമർശിക്കുന്നുണ്ട്, ചിലർ ഫേസ്ബുക്കിലൂടെ കളിയാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് താൻ തുടങ്ങുന്നത്. എന്നാൽ വീഴുന്ന ശുശ്രൂഷ യേശു ചെയ്തിട്ടുണ്ടോ എന്നാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. കർത്താവ് അപ്പസ്തോലന്മാരെ ഒന്നും വേണ്ട, യേശു തന്നെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് താൻ ആരംഭിക്കുന്ന അടുത്ത പാർട്ട് അവിടെ അതിനെ തെളിവായി എടുക്കുന്നത് മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ് താൻ തെളിവായി എടുക്കുന്നത്. അതേ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസ് 9:25 മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു പറഞ്ഞു. അപ്പോൾ അത്, വാക്ക് ശ്രദ്ധിക്കണം, അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇടച്ച് പുറപ്പെട്ടു പോയി. അത്, വാക്ക് ശ്രദ്ധിക്കുക, അത് നിലവിളിച്ച് അവനെ വളരെ ഇടച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയെന്ന് പലരും പറയുവാൻ തക്കവണ്ണം അവൻ മരിച്ചവനെ പോലെയായി. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി. അവൻ എഴുന്നേറ്റു. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത് എന്ത്? അപ്പോൾ അത് അവനെ ഇടച്ചു പുറപ്പെട്ടു പോയി. ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞതെന്ത്? ഈ അതിനെ എന്നിവിടെ ഉപയോഗിക്കുന്ന പദം ആരെയാണ്? അശുദ്ധാത്മാവിനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അശുദ്ധാത്മാവാണ് ഈ വ്യക്തിയെ, ഈ ചെറുപ്പക്കാരനെ നിലത്തിട്ട് ഇടച്ചതും വലിച്ചതും അവിടെ നിലവിളിപ്പിച്ചതും എല്ലാം അത് എന്നെഴുതിയിരിക്കുന്ന അശുദ്ധാത്മാവാണ്, അല്ലാതെ യേശു അല്ല. ശുശ്രൂഷകനല്ല അവനെ തള്ളിയിട്ടതും. യേശുക്രിസ്തു അധികാരത്തോടെ ശാസിക്കുകയേ ചെയ്തുള്ളൂ. തൻ്റെ അധികാരത്തിൻ്റെ വാക്കിൽ
അവനിൽ ബാധിച്ചിരുന്ന അശുദ്ധാത്മാവ് ചെയ്ത കോപ്രായങ്ങളാണ് ഈ വായിച്ചത്. അപ്പോൾ വേദി കാട്ടിക്കൂട്ടുന്ന ഈ ഇഴച്ചിലും മറിച്ചിലും ഒക്കെ ഈ പറയുന്ന അത് ആണ് എന്ന് സമ്മതിച്ചാൽ നമുക്കും തർക്കമില്ല. അത് തന്നെയാണെന്നാണ് ഞങ്ങളും പറയുന്നത്. അല്ലാതെ പ്രസംഗകൻ യേശുവാണ് അവിടുത്തെ പ്രസംഗകൻ, യേശു തള്ളിയിട്ടതായോ യേശു അങ്ങോട്ട് പിടിച്ച് പുറകോട്ട് മറിച്ചിട്ടതായോ ഒന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. കർത്താവ് അതിനെ ശാസിച്ചതേ ഉള്ളൂ. ബാക്കിയുള്ള കലാപരിപാടി മൊത്തം ചെയ്ത് അതാണ്, അഥവാ ദുരാത്മാവാണ്. ഇവിടെ ശുശ്രൂഷകൻ തള്ളിയിടുന്നതും ഈ ഭാഗവുമായിട്ട് എന്ത് ബന്ധം? ഈ പറയുന്ന സജിത്ത് തന്നെ പലരെയും തള്ളിയിടുന്ന വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇടയ്ക്കൊരു മദാമയെ തള്ളിയിടാൻ ശ്രമിച്ചിട്ട് അവർ വീഴാതെ പോയതും യൂട്യൂബിൽ കണ്ടു. ആയിക്കോട്ടെ, ഇവരെ തള്ളിയിടുന്ന ഈ സ്പിരിറ്റ്, തള്ളിയിടാനുള്ള ഈ ശുശ്രൂഷ എവിടുന്ന് കിട്ടി? യേശു ക്രിസ്തു തള്ളിയിട്ടോ? അപ്പോസ്തലന്മാർ തള്ളിയിട്ടോ? അതോ ലേഖനങ്ങളിൽ അതിനെക്കുറിച്ച് വല്ലവരും തള്ളിയിട്ടതായി എഴുതിയിട്ടുണ്ടോ? ഇവരാരും ആരെയും തള്ളിയിട്ടിട്ടില്ല. അപ്പോൾ അവിടെ ഇടച്ചതും നിലവിളിച്ചതും പുറപ്പെട്ടു പോയതും അത്, അഥവാ അശുദ്ധാത്മാവാണ്. രണ്ടാമത്തെ ഭാഗം, ഈ 3 ഭാഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 2 വാക്യമേ വായിച്ചുള്ളൂ, മൂന്നാമത്തെ വായിച്ചില്ലെങ്കിലും 3 ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ആ 3 ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ ഭാഗം ലൂക്കോസ് സുവിശേഷം 4:33 കിടക്കുന്നത്. അതിലേക്ക് ഞാൻ വരിക. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർന്നഹൂമിൽ ചെന്നു ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു. അവൻ്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ചൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അശുദ്ധ ഭൂതം ബാധിച്ച യേശു അല്ല, അശുദ്ധ ഭൂതം ബാധിച്ച മനുഷ്യനുണ്ടായിരുന്നു. അവൻ, നസറനായ യേശുവേ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. ഇത്രയും കാര്യം പറഞ്ഞത് ഭൂതമാണ്. ഉടനെ യേശു അവനോട് മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ, തള്ളിയില്ല, യേശു അധികാരത്തോടെ കൽപ്പിച്ചപ്പോൾ, ശാസിച്ചപ്പോൾ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ, ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ടു. ഇവിടെയും വ്യക്തമാക്കുന്നു, ജനത്തിൻ്റെ നടുവിൽ തള്ളിയിടുന്നത് ഉപദേശിമാരല്ല, പ്രസംഗകനല്ല, തള്ളിയിടുന്നത് ഭൂതമാണ്. അപ്പോൾ ഈ പുള്ളി തന്നെ പറയുന്നു, അതുകൊണ്ട് നമ്മുടെയൊക്കെ നടുവിലും പലരും വീഴാറില്ലേ? വീഴാറുണ്ടെന്നേ. അശുദ്ധാത്മാവ് ബാധിച്ചവൻ സഭയ്ക്കകത്ത് വന്നാൽ അവൻ ഒരു ജാതിയാണെന്നിരിക്കെ, തന്നെയുമല്ല ഇത് സുവിശേഷത്തിലാണ്, കൃപയാലുള്ള രക്ഷ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദനെ കുറിച്ചുള്ളതല്ല ഈ പറയുന്നത്. അപ്പസ്തോല പ്രവൃത്തി നാൾ നേരെ വന്നത് സുവിശേഷത്തിലോട്ടാണ്. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത യഹൂദൻ്റെയും ഒക്കെ മുന്നിൽ അടയാളവും അത്ഭുതവും തിരയുന്ന യവനൻ്റെയും യഹൂദൻ്റെയും ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ടാണുള്ള സംഭവങ്ങളാണ് ഈ എടുത്തു പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും അവിടെയും പ്രസംഗകൻ തള്ളിയിട്ടില്ല. ഇന്നും ഉപദേശത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന അനേക പ്രസംഗങ്ങളിൽ അവർ പ്രസംഗിക്കുമ്പോൾ, അവർ അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ, ഭൂതം ബാധിച്ചവർ ഇന്നും ഉണ്ട്, ഇല്ലെന്നൊന്നും ഇവിടെ ആർക്കും ബാധമില്ല. ഭൂതമുണ്ട്, അവർ തന്നെ അഴിഞ്ഞ് ഇളകി പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അല്ലാതെ മുമ്പോട്ട് വിളിച്ച് തള്ളിമറിച്ചിടുന്ന വകുപ്പൊന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല. ഇനി മൂന്നാമത്തെ ഭാഗം കൂടെ വായിക്കാം. ലൂക്കോസ് 9:37 മൂന്നാമത്തെ ഭാഗം തുടങ്ങുന്നത്. ശ്രദ്ധിക്കുക, അതും കൂടി വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. ലൂക്കോസ് 9:37 മുതൽ. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചു, ഗുരോ, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതൻ ആകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ടവൻ പൊടുന്നവനെ നിലവിളിക്കുന്നു. അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. യേശു, അവിശ്വാസം കോട്ടമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും? നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, വേഴ്സ് 42. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. ഇവിടെയും തള്ളിയിട്ടത് ഭൂതമാ, യേശു അല്ല, പ്രസംഗകനല്ല, ശുശ്രൂഷകനല്ല. ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി. ഈ 3 സ്ഥലത്തും
തള്ളിയിട്ടതും എഴച്ചതും പിടപ്പിച്ചതും എല്ലാം അശുദ്ധാത്മാവാണ്, ഭൂതമാണ്. എന്നാൽ ഇവിടെ എല്ലാം വിടുതൽ കൊടുത്തത് യേശു ക്രിസ്തുവാണ്. പ്രസംഗകൻ അധികാരത്തോടെ കൽപ്പിച്ചാൽ വിടുതൽ സംഭവിക്കും, ഇല്ലെന്നൊന്നും ആരും വാദിച്ചില്ലല്ലോ. പക്ഷേ ഇത്തരത്തിൽ തള്ളിയിടുന്ന ഏർപ്പാട് ഇത് വേദപുസ്തകത്തിൽ യേശുവോ അപ്പോസ്തലന്മാരോ ചെയ്തതായി തെളിവില്ല തന്നെ. ഇനി ഇതേ സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷവും നടന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നില്ലേ? പ്രവൃത്തി 19:11-12 വായിക്കുമ്പോൾ 19:11-12 വായിക്കുമ്പോൾ വായിച്ചു കേട്ടോ. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോൾ ഉറുമാല് കൊണ്ടിട്ടപ്പോൾ അവിടെയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോയി, രോഗി സൗഖ്യമായിരുന്നുണ്ടല്ലോ പാസ്റ്ററെ, ഉണ്ടല്ലോ. ആരാ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ നടന്ന കാര്യമല്ലത്. ജാതികളായി പൈശാചിക അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിച്ച രംഗാണ്. അവിടെ ഉറുമാല് കൊണ്ടിട്ടപ്പോൾ രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, അവരിലെ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പോയി. അതാണ് നമ്മൾ നേരത്തെ സുവിശേഷത്തിൽ കണ്ട പോലെ തന്നെ ഇടച്ചോ ചാടിയോ മറിഞ്ഞോ എങ്ങനെയോ ആയിക്കോട്ടെ പുറപ്പെട്ടു പോയി, രോഗി സൗഖ്യമായി. ആയിക്കോട്ടെ. പക്ഷേ അതാണ് ഇന്നത്തെ ഉറുമാലിടുന്നിടത്തും ഈ ഫയർ വിങ്സ് പോലുള്ള ആൾക്കാർ ഈ മുഖം തുറച്ച കർച്ചീഫും ഈ വിയർപ്പ് ഉടച്ച തൂവാലയെല്ലാം വാരി മോന്തയ്ക്കോട്ട് എറിയുമ്പോൾ ഈ കിടന്ന് ഉരുണ്ടു മറിയുന്നതെല്ലാം ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന കാര്യമാണ് എന്ന് വാദിക്കുന്നവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന ദുരാത്മാക്കൾ പുറപ്പെട്ടു പോയി, രോഗി സൗഖ്യമായെന്ന. ഇത് തന്നെയാ ഞങ്ങളുടെ ചർച്ചിലും ഈ അച്ചാച്ചൻ വന്നപ്പോൾ നടന്നതെന്നാണ് സുഹൃത്തെ, പാസ്റ്ററെ, താങ്കൾ വാദിക്കുന്നതെങ്കിൽ ആ ഉരുണ്ടവരെ മറിഞ്ഞവരെയൊക്കെ സൂക്ഷിച്ചു നോക്കേ, ഒട്ടുമിക്കതും പാസ്റ്റർമാരും വിശ്വാസികളും, പ്രസംഗകൻ ഉൾപ്പെടെ. അപ്പോൾ തൂവാല തട്ടിയപ്പം പാസ്റ്റർ നിലത്തോട്ട് വീണു, വിശ്വാസിയും വീണു, ഉരുണ്ടു മറിഞ്ഞു, അവരിൽ നിന്ന് അശുദ്ധാത്മാവാണ് പുറപ്പെട്ടു പോയതെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ തർക്കമില്ല. അപ്പോൾ ഈ പാസ്റ്റർ എന്നുള്ള ലേബലും കൊണ്ട് ഇത്രയും നാൾ നടന്നത് ഈ ഭൂതത്തെയും കൊണ്ടും, വിശ്വാസി എന്നുള്ള ലേബലിൽ ഇത്രയും നാൾ കർത്തൃമേശ എടുത്തതും സ്നാനപ്പെട്ടതും ആത്മാവിൽ തമ്പേറടിച്ചതും അന്യഭാഷ പറഞ്ഞതും എല്ലാം ഈ ഭൂതത്തെ കൊണ്ടായിരുന്നു അല്ലേ? മാത്രമല്ല ഇവരുടെ എല്ലാ യോഗത്തിൽ ചെല്ലുമ്പോഴും ഈ ഭൂതം കൂടെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? ഇത് വേദപുസ്തകത്തിൻ്റെ ഏതടിസ്ഥാനത്തിലാണ്? അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവിടെ അത്ഭുത പ്രവൃത്തികൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വളരെ നടന്നിട്ടുണ്ട്. അത് നിമിത്തം പലരും കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്, ഇന്നും സംഭവിക്കുന്നുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അതിന് കൃപാവരമുള്ള സ്പെഷ്യലിസ്റ്റുകളൊന്നും പോയിട്ടല്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, വിശ്വസിക്കുന്നവരാൽ അത് സംഭവിക്കും, മാറ്റമില്ല. ഒരു സഹോദരനായിക്കോട്ടെ, യേശുവിനെ അറിയാത്ത ജാതികളുടെ അടുക്കൽ ചെന്ന് മാരക രോഗിയായിരിക്കുന്നവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ വിശ്വസിക്കുന്ന യേശു നിന്നെ സൗഖ്യമാക്കും, ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആ സഹോദരൻ പ്രാർത്ഥിച്ചാൽ, ആ വിശ്വസിക്കുന്ന സഹോദരി പ്രാർത്ഥിച്ചാൽ അത്ഭുത സൗഖ്യം നടക്കുന്ന അനുഭവം ഉണ്ടാകും. എന്താ തർക്കം? അത് നിമിത്തം പലരും കർത്താവിനെ അറിയും. മരിച്ചവർ ഉയർക്കുന്ന പ്രവൃത്തി പോലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്നും നടക്കുന്നുണ്ട്. അതൊന്നും ആരും ഇതുവരെ തർക്കിച്ചിട്ടില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധന്മാരും വിശ്വാസികളും എന്ന് അവകാശപ്പെടുന്ന ജനത്തെ ടിക്കറ്റ് കൊടുത്ത് 600-1000 രൂപ ഫീസും വെച്ച് കോഴിക്കൂട്ടിനകത്ത് കോഴിയെ കയറ്റി വാതിലടയ്ക്കുന്ന പോലെ പാസ്റ്റർമാരെയും വിശ്വാസികളെയും കോൺഫറൻസ് എന്ന പേര് വിട്ട് അകത്ത് കയറ്റിയിട്ട് തൂവാല എടുത്തടിച്ച് കസേര എടുത്തടിച്ച് കരണം പറഞ്ഞ് കുട്ടിക്കരണം പറഞ്ഞ് തുള്ളുന്ന അനുഭവം അത് പരിശുദ്ധാത്മാവാണെന്ന് മാത്രം പറയരുത്. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പോയി രോഗി സൗഖ്യമായി എന്നൊക്കെ പറഞ്ഞാൽ വചന അടിസ്ഥാനത്തിൽ സമ്മതിക്കാം. ഇതെല്ലാം ഭൂതങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. ആർക്കാ തർക്കം? ഭൂതങ്ങൾ തന്നെയാ, അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വികലമായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ദൈവജനത്തെ വഞ്ചിക്കുന്ന വളരെ തന്ത്രപരമായ, ആര് കേട്ടാലും ഇത് ക്ലിയറാ, ഇത് സത്യമാ, അതുകൊണ്ടല്ലേ കരമടിച്ചു സ്തുതിച്ചാട്ടെ എന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്ത പാവങ്ങൾ കൈയടിച്ചങ്ങ് സ്തുതിക്കുന്നത്. ഈ പാവങ്ങൾക്ക് അറിയത്തില്ലല്ലോ. കാരണം പലർക്കും ദൈവവചനത്തെക്കാളും വലുതാണ് ഇന്ന ആൾ പറഞ്ഞോ പിന്നെ രണ്ടാമതൊരു വാക്കില്ല. ഈ കാഴ്ചപ്പാടുള്ള ജനത്തോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ അറിയണം. ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്നാണ് എന്നെ കാണുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കുന്നത്. വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് തെളിയിക്കാൻ വീണ്ടും സുവിശേഷത്തിലേക്ക് നാം വന്നിട്ട് മറുരൂപമലയിലെ രംഗമാണ് പിന്നത്തേതിൽ പറയുന്നത്. അവിടെയും താൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നാൽ
ബോധം കെട്ട എന്തൊക്കെയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തെളിയിക്കാൻ പാടുപെടുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് പിന്നത്തേതിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങിയിട്ടാണല്ലോ വന്നത്. പക്ഷേ ഈ മറുരൂപമലയിലെ സംഭവം സുവിശേഷങ്ങളിലാണ്. ആയിക്കോട്ടെ, ഒരു വാദത്തിന് വേണ്ടി നമുക്കങ്ങ് സമ്മതിക്കാം. മറുരൂപമലയിലെ രംഗത്തിലേക്ക് നമുക്ക് വരാം. മർക്കോസ് 9:5 മുതലാണ് അവിടെ വായിക്കുന്നത്. വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പുതുതായി എന്തെങ്കിലും ഒരു വാക്യമെടുത്ത് സജിത്തിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞൊരു മറുപടി പ്രസംഗം കൊടുത്ത് വാഗ്വാദം നടത്തിയതല്ല. താൻ വായിച്ച വേദഭാഗങ്ങളിലെ വ്യാഖ്യാനങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുക മാത്രം ചെയ്യുക. അതുകൊണ്ട് ഫാൻസ് അസോസിയേഷൻ ദയവായി ക്ഷമിക്കുക. ശ്രദ്ധിക്കുക, മർക്കോസ് സുവിശേഷം 9:5 മുതൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മർക്കോസ് 9:5 മുതൽ ഇങ്ങനെ വായിക്കുന്നു. ശ്രദ്ധിക്കുക, അതിൻ്റെ 2 മുതൽ ഞാൻ വായിക്കാം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി വിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അടുത്ത വാക്കാണ് താൻ സജിത്ത് എടുത്തു പറഞ്ഞ വാക്ക്. താൻ എന്തു പറയേണ്ടു എന്ന് അവൻ അറിഞ്ഞില്ല. ഇതിന് താൻ കൊടുത്ത വ്യാഖ്യാനം, സജിത്ത് കൊടുത്ത വ്യാഖ്യാനം, പത്രോസ് എന്ത് പറയേണ്ടതെന്ന് അറിഞ്ഞില്ല എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് പത്രോസിന് സമനില തെറ്റി എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് പത്രോസ് അങ്ങ് ആയിപ്പോയിന്നാണ്. അതുകൊണ്ട് അങ്ങനെ സമനില തെറ്റിയ അവസ്ഥയും ആകാം എന്ന നിലയിലാണ് മുമ്പിലിരിക്കുന്ന വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. പത്രോസിന് സമനില തെറ്റിയെന്നൊന്നും ബൈബിളിലില്ല. എന്താ പറയേണ്ടതെന്ന് തനിക്കറിയില്ല. അതിപ്പോൾ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടല്ലോ, അസ്ഥാനത്ത് കയറി വാക്കുകൾ പറയുന്നവർ, ചില സാഹചര്യത്തിൽ മിണ്ടാതിരിക്കേണ്ടടുത്ത് കയറി ഇടയ്ക്ക് കയറി അഭിപ്രായം പറയുന്നവരൊക്കെ ഉണ്ട്. അതിനിപ്പം ബോധം പോകണമെന്നും സമനില തെറ്റണമെന്നും മനോരോഗി ആവണമെന്നൊന്നുമില്ല. നല്ല ബോധമുള്ളവരും ചില സ്ഥലത്ത് മിണ്ടാതിരിക്കേണ്ടതിന് പകരം കയറി അഭിപ്രായം പറയുന്ന സ്വഭാവം നമുക്കുണ്ടല്ലോ. പോട്ടെ, ഇനി മനനില തെറ്റി അല്ലെ സമനില തെറ്റി അല്ലെ ബോധക്കേട് ഉണ്ടായി പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ ഒരു വാദത്തിന് വേണ്ടി. 3 കുടിൽ ഉണ്ടാക്കട്ടെ എന്ന് പുള്ളി പറഞ്ഞത്, പുള്ളിക്ക് അത്രയും രംഗമൊക്കെ വന്നപ്പം അന്തരീക്ഷം മാറി കൺട്രോൾ വിട്ടുപോയി ബോധം കെട്ട് പറഞ്ഞതാണെന്ന് അങ്ങ് ഇരിക്കട്ടെ ഒരു വാദത്തിന് വേണ്ടി. എന്നാലും വിഷയം തീരുന്നില്ല. താൻ ബോധം കെട്ടോ സമനില തെറ്റിയോ പറഞ്ഞ ആ കാര്യം ദൈവം അംഗീകരിച്ചു, സ്വർഗം അംഗീകരിച്ചു. ആ 3 കുടിൽ ഉണ്ടാക്കട, മാർബിൾ തന്നെ കെട്ടിക്കോ, ഒന്നും പറഞ്ഞില്ലല്ലോ. ആത്മാവിടപെട്ടവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധമില്ലാതെ വിളിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവം അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവം അംഗീകരിച്ചോ? കുടിൽ കെട്ടാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താണ് അവിടുത്തെ പ്രസക്തി? ഈ കഴിഞ്ഞ നാളുകളിൽ നീ ഒരു ബാധയായി മാറണമെന്ന് ബിജി അഞ്ചൽ എന്ന ആ പ്രസംഗകനും പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കേട്ടതാണ്. അവിടെയും സംഭവിച്ച ഇതാണ്. മറ്റുള്ളവർ പറഞ്ഞ അഭിപ്രായത്തെ ദൈവശബ്ദമായി വ്യാഖ്യാനിക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ച് ജനം പറഞ്ഞില്ലേ, അവൻ വ്യഭിചാരപുത്രനാണ്, അവന് തച്ചൻ്റെ മകനാണ്, ഇവന് ഞാൻ എവിടുന്ന് ഇവൻ ഭൂതങ്ങളെ കൊണ്ടതൊക്കെ ചെയ്യിക്കുന്നതെന്ന് ജനം പറഞ്ഞു. ചിലർ പറഞ്ഞു അവൻ പ്രവാചകൻ, ചിലർ പറഞ്ഞു ഏലിയാവിൻ്റെ ആത്മാവ്, ചിലർ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുത്തനെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ നമ്മളും പറയുന്നത്? ജനങ്ങൾ യേശുവിനെ ഭൂതമെന്ന് വിളിച്ചു, അതുകൊണ്ട് നമുക്കും യേശുവിനെ ഭൂതമെന്ന് വിളിക്കാം. ജനങ്ങൾ യേശുവിനെ പ്രവാചകനെന്ന് വിളിച്ചു, അതുകൊണ്ട് നമുക്ക് ആർക്കും ദൈവമെന്ന് വിളിക്കണ്ട, ഇന്ന് തൊട്ട് പ്രവാചകൻ. ജനം പറഞ്ഞു എന്നുള്ളതിനല്ല പ്രസക്തി. ദൈവം അത് സമ്മതിച്ചോ? ഞാൻ പ്രവാചകനാണെന്നോ? അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ച് ആ ഭരണാധികാരികൾ പറഞ്ഞു ഈ മനുഷ്യനൊരു ബാധയായി മാറിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞോ അതെ ഞാൻ ബാധയാ? അല്ലെങ്കിൽ ദൈവം പറഞ്ഞോ പൗലോസ് ബാധയാ? പറഞ്ഞില്ല. മറിച്ച് താഴോട്ട് പഠിക്കുമ്പോൾ പൗലോസ് അതിനെ എതിർക്കുക ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ആർക്കും ബാധയോ കലഹോ ഉണ്ടാക്കുന്നവനോ ആയിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. അപ്പോൾ ജനം പറയുന്ന അഭിപ്രായത്തെ ദൈവവചനമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വികലമായ പഠിപ്പിക്കലുകൾ വളരെ തന്ത്രപരമായി, ഇപ്പോൾ കച്ചവടം പൂട്ടി വീട്ടിലിരിക്കുന്നവർക്ക് ഇനി എങ്ങനെ പുറത്തിറങ്ങണം, ഇതൊക്കെ ദൈവാത്മാവാണെന്ന് വരുത്തി തീർത്താലേ അച്ചാച്ചന്മാർക്ക് പുറത്തിറങ്ങ് വീണ്ടും പരിപാടി ഇറക്കാൻ ഒക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് സജിത്തിനെ കൊണ്ട് പറയിപ്പിച്ച് ഇതെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് വരുത്തി തീർത്തിട്ട് വീണ്ടും ഒരു റീ എൻട്രി നടത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സ്നേഹിത, ജനങ്ങൾ കാര്യം മനസ്സിലാക്കി തുടങ്ങി. ദൈവജനം വചനത്തിലേക്ക് മടങ്ങി വന്നു തുടങ്ങി. അതുകൊണ്ട് ദൈവവചനത്തെ വികലമായി വ്യാഖ്യാനിച്ച് ജനത്തെ പൊട്ടനാക്കാമെന്നുള്ള ഈ മോഹം തൽക്കാലം മനസ്സിൽ വെച്ചിരുന്നാൽ മതി എന്നാണ്
എനിക്ക് ഈ വിഷയത്തിൽ പറയുവാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് താൻ ഒടുവിൽ സ്ഥാപിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അസാധാരണമായ കാര്യങ്ങൾ നടക്കും. അതിനിപ്പോൾ ഈ സുവിശേഷത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും പരിശുദ്ധാത്മാവ് വന്നിട്ട് ചെയ്തതല്ലല്ലോ. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് ശേഷം അങ്ങോട്ട് പറയേണ്ട കാര്യമല്ലേ. അപ്പോൾ ആദ്യം പ്രവൃത്തി പുസ്തകത്തിലൊന്ന് തുടങ്ങി വെച്ച് ആത്മാവ് വന്നു എന്ന് പറഞ്ഞ് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി കാണിച്ചിട്ട് നേരെ സുവിശേഷത്തിലെ സംഭവങ്ങളെ എടുത്തുകൊണ്ടിട്ട് കോട്ട് ചെയ്ത് ജനത്തെ വഞ്ചിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനെക്കുറിച്ച് പറയുന്നു, കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായി എന്ന്. അവിടുത്തെ വിവശതയ്ക്ക് തനിക്കുണ്ടായ അനുഭവം എന്താ? അതാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചത്. ദേഹാതീത വൃത്തി, ദർശനാവസ്ഥ, തപോനിദ്ര, ദേഹാതീത വൃത്തി. തൻ്റെ ദേഹം എന്ത് ചെയ്തു? താൻ വിറച്ചും കൊണ്ട് മരിച്ചവനെ പോലെ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ അങ്ങ് വീഴുക. അല്ലാതെ അവിടെ യോഹന്നാനെ പോലും ആരും തള്ളിയിട്ടതായോ, പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ പേ പിടിച്ച് ഓടിയതായോ, അല്ലെങ്കിൽ യോഹന്നാനുണ്ടായ വിവശത ആരെങ്കിലും നേരത്തെ മാടത്തിൽ ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞ പോലെ ഒളിഞ്ഞു നോക്കാനോ അവിടെയും വകുപ്പില്ല. കാരണം അവിടെയും ഒറ്റപ്പെട്ട സ്ഥലത്ത് ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലാണ് ഇത് നടന്നത്. അവിടെയും ജനത്തിൻ്റെ മുമ്പിൽ ഗോഷ്ഠി കാണിച്ചതായിട്ടില്ല. ഇനി വിറച്ചും കൊണ്ട് മരിച്ചവനെ പോലെ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ തൻ്റെ ദേഹം, തൻ്റെ ശരീരം സമർപ്പിക്കുമ്പോൾ ദേഹാതീത വൃത്തി എന്നൊരർത്ഥം ഇവിടെ എഴുതിയിട്ടുണ്ട്. ദേഹാതീത വൃത്തി എന്ന് പറഞ്ഞാൽ തൻ്റെ ദേഹം, ശരീരം ദൈവസന്നിധിയിൽ മരിച്ചവനെ പോലെ സമർപ്പിക്കുമ്പോൾ താൻ ആത്മാവിൽ എടുക്കപ്പെട്ടവനായി മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവാത്മാവ് ഒരു ദർശനത്തിൽ എന്നവണ്ണം, ഒരു സ്ക്രീനിൽ എന്നവണ്ണം അതിൻ്റെ വെളിപ്പാട് ദിവസം തുടങ്ങുന്ന പ്രദർശിപ്പിച്ചു എന്നാണ്. ഒരു പ്രദർശനം എന്ന പോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ആത്മാവിൽ എടുത്തുകൊണ്ടുപോയി ദൈവം കാണിക്കുക തൻ്റെ ദേഹം. അതാ ദേഹാതീത വൃത്തി, ദേഹത്തിനും അപ്പുറത്തായിട്ട്. അതിനൊക്കെ വിവശത എന്ന പദം ഉപയോഗിക്കുന്നത് ശരിയാ, സത്യമാണ്. പക്ഷെ അതൊന്നും ജനത്തിൻ്റെ മുമ്പിൽ കാണിച്ച് ഗോഷ്ഠി കാണിച്ചതായോ, തലയോട്ടികൾ ചിതറിക്കിടക്കുന്ന അസ്ഥിക്കൂമ്പാരത്തിൻ്റെ നടുവിൽ പത്മോസിൻ്റെ ഏകാന്തതയിൽ അവിടെ കിടന്ന് വട്ടുപിടിച്ച് ഓടിയെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും അസ്ഥികഷ്ണം എടുത്ത് കയ്യെ പിടിച്ചുകൊണ്ട് നിന്നെ ഞാൻ പ്രാപിച്ചോ പൊട്ടട്ടെ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഓടിയൊന്നുമില്ല സ്നേഹിത. ലെവൽ കെട്ട് ഓടിയ ഒരനുഭവവും വേദപുസ്തകത്തിൽ ഇല്ല തന്നെ. അതുകൊണ്ട് ഇത്യാദി വാക്യങ്ങൾ എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം നടത്തി ദൈവജനത്തെ വഞ്ചിക്കാമെന്നുള്ള മോഹം തൽക്കാലം ഒരു മനസ്സിൽ ഒരു കോണിൽ ഒതുങ്ങിയിരിക്കട്ടെ. വഞ്ചിക്കപ്പെടുന്ന ബലഹീന വിശ്വാസികൾ ഉണ്ടാകാം. കാരണം ലക്ഷണക്കാരൻ്റെ അടുത്ത് പോയി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന മറുമരുന്ന് തേടി, ലക്ഷണം തേടി ഒക്കെ പോകുന്നത് പോലെ താങ്കളുടെയൊക്കെ അടുക്കൽ വന്ന് കൊച്ചിൻ്റെ കല്യാണം നടക്കുമോ, വീട് വെക്കുമോ, വിസ ശരിയാകുമോ എന്നൊക്കെ പറഞ്ഞ് കണ്ണും പൂട്ടിയിരുന്ന് തത്തക്കാരൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് തിരിച്ച് ദക്ഷിണ തന്നേച്ചു പോകുന്ന അനുഭവമൊക്കെ ഉണ്ടാകാം. അതിനൊന്നും വേദപുസ്തകമായിട്ട് കൂട്ടിക്കുഴച്ച് കമ്പയർ ചെയ്ത് അത്തരത്തിലുള്ള പരിപാടിയൊന്നും ജനത്തെ പഠിപ്പിക്കുവാൻ ഈ നിലപാടുമായി ഇറങ്ങാതിരിക്കുക എന്നാണ് താങ്കളോട് ഓർപ്പിക്കാനുള്ളത് ഈ സമയത്ത്. ഇനി പറയുന്നുണ്ട് മറ്റൊരു കാര്യം കൂടെ. ഈ ഇഴച്ചു പുറപ്പെട്ടു പോയ ആൾക്കാരുടെ അടുക്കൽ ഇൻ്റർവ്യൂവിന് ചെല്ല്, വീഡിയോ എടുത്ത് പുറകെ ചെന്ന് ചോദിക്ക് എന്തിനാ വീണത്, ഇങ്ങനെയൊക്കെ വീഴാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ വിടുതലിൻ്റെ സാക്ഷ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് അനുഭവിച്ചവർക്കേ അറിയത്തോളെന്ന് പറയുന്നുണ്ട്. എന്തായി അനുഭവിച്ചവർ? ഒരുപാട് വീഡിയോയിൽ അത്ഭുത സൗഖ്യം നടന്നതൊക്കെ ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈയിടയ്ക്ക് അങ്കമാലിയിൽ തളർന്നു കിടന്നൊരു പെങ്കൊച്ചിനെ എഴുന്നേറ്റ് വാടി മോളെ എന്നൊക്കെ പറഞ്ഞ് തളർന്നു കിടന്നൊരു പെങ്കൊച്ചിനെ എഴുന്നേൽപ്പിക്കുന്ന ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. എന്നാൽ അവരെ കൊണ്ടുവന്ന ആംബുലൻസ് ആണെന്നും പറഞ്ഞ് പ്രദർശിപ്പിച്ച ആംബുലൻസിൻ്റെ നമ്പറിൽ സഹോദരന്മാർ കോണ്ടാക്ട് ചെയ്യുകയും ആ നമ്പറിൽ തുടർന്ന് ഈ പെങ്കൊച്ചിൻ്റെ സഹോദരനെ വിളിക്കുകയും ചെയ്തപ്പോഴാണ് ആ സഹോദരൻ പറഞ്ഞ എന്താ, ഇൻ്റർനെറ്റിലൊക്കെ ചർച്ചാ വിഷയമായതാ, ഒന്നുകൂടെ ആവർത്തിക്കുക, അവർ തളർവാദ രോഗിയല്ല, അവർ ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേജിൽ നിന്ന് അവർ 45 ദിവസം കുടലിനകത്തെന്തോ ചുരുങ്ങിയിട്ട് കുടലെന്തോ ഒട്ടിയിട്ട് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ക്ഷീണാവസ്ഥയിലാണ് അവരെ അവിടെ കൊണ്ടുവന്നതെന്നും അവരൊരിക്കലും തളർവാദ രോഗി അല്ല എന്നും ഇനി അവിടെങ്കിലും വന്ന് സൗഖ്യമാകുന്ന ആകട്ടെന്നും പറഞ്ഞ് കത്തോലിക്കനായ തൻ്റെ ആങ്ങള സമ്മതിക്കുകയായിരുന്നെന്നും അവിടെ കൊണ്ടുവരികയായിരുന്നെന്നുമാണ് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ആ ബ്രദർ സാക്ഷ്യമായി ഫോണിലൂടെ പറഞ്ഞത്. അവിടെയൊക്കെ പോയി ഒന്ന് വീഡിയോ എടുത്താൽ ആ സഹോദരി ഇപ്പോഴും ആ ക്യാൻസർ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നതെന്നാണ് അന്ന് വിളിച്ചപ്പോൾ ലഭിച്ച അറിവ്. ഇന്നിപ്പോൾ അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ അറിയുന്നില്ല. എങ്കിലും ഇതുപോലെ സൗഖ്യമാക്കിയവരുടെയൊക്കെ പുറകെ വീഡിയോയുമായിട്ട് ആൾക്കാരൊന്ന് പോകാൻ തുടങ്ങിയാൽ പലരും അല്പം ബുദ്ധിമുട്ടിലാകും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത്രയും വെല്ലുവിളി ഒന്നും വേണ്ട. പിന്നെ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, കിട്ടാത്ത മുന്തിരി
പുളിക്കുമല്ലോ. അതുകൊണ്ടാണ് വിമർശനം എന്ന് പറഞ്ഞ് ഒരു പരിഹാസ കളിയാക്കലുകളൊക്കെ അതിനകത്തുണ്ട്. എന്തിനാ സുഹൃത്തേ ഈ കാട്ടുമുന്തിരി? ഇത് കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഈ മുന്തിരി വേണ്ട എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ കാട്ടുമുന്തിരി ഒന്നും വേണ്ട, ഇതൊന്നും കിട്ടേ ചെയ്യരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് കിട്ടാത്ത മുന്തിരിയൊന്നുമല്ല, ദൈവവചനമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മുന്തിരി, ഏറ്റവും ശ്രേഷ്ഠമായ ദൈവവചനം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെയില്ല എന്ന് ചിന്തിക്കുന്നവരാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടി അവസാനിപ്പിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇനി എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞ് കുറേ ദുർവ്യാഖ്യാനം നടത്തി ഇത്തരത്തിലുള്ള ഗോഷ്ഠികളൊക്കെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്ന് പഠിപ്പിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചല്ലോ. എന്നാൽ ബൈബിൾ എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞത് യേശുവാണ്. ആ യേശു ക്രിസ്തു തന്നെ എന്തിനാണ് അയക്കുന്നതെന്നും പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ ആരുടെ അടുക്കൽ പോകണം ഇതിൻ്റെ വ്യാഖ്യാനത്തിന്? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് ഞാൻ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 14:26. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ നമ്മെ ഉപദേശം പഠിപ്പിക്കും. എന്താണ് ഉപദേശമെന്ന് നമ്മളെ പഠിപ്പിക്കും. 2, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വന്നാൽ ഉപദേശം പറഞ്ഞു തരും. 2, ഞാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പഠിപ്പിച്ചതൊക്കെ ഓർമ്മപ്പെടുത്തും. അല്ലാതെ ആത്മാവ് വന്നു കഴിയുമ്പോൾ എനിക്കൊരു വെളിപ്പാട് കിട്ടി, യേശു പഠിപ്പിച്ച ഗിരിപ്രഭാഷണം ഒന്നും വേണ്ട എന്നല്ല. യേശു പഠിപ്പിച്ചത് നിങ്ങളെ റിമൈൻഡ് ചെയ്യും, ഓർമ്മപ്പെടുത്തും. അതാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഇനി 15:26 വാ. രണ്ടാമത്തത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നാൽ നീ കസേര എടുക്കുന്നതിന് മുമ്പ്, നീ പുൾപ്പിറ്റി കിടന്ന് മറിയുന്നതിന് മുമ്പ്, നീ പ്രസംഗപീഠം എടുത്ത് പൊക്കുന്നതിന് മുമ്പ് നീ യേശു ക്രിസ്തുവിനെ കുറിച്ച്, നിന്നെ വിടുവിച്ച കർത്താവിനെ കുറിച്ച് 10 പേരോട് പറയും. നിന്നെ രക്ഷിച്ച നാഥനെക്കുറിച്ച് നീ സാക്ഷ്യം പറയും, യേശുവിനെ കുറിച്ച് പറയും. ഇനി 3, 16:8 വാ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പലപ്പോഴും പെന്തക്കോസുകാർ ഈ ലോകത്തിനെന്നുള്ള കഷണം അങ്ങ് വിഴുങ്ങുക പതിവ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ് പറയുന്നത്. ഇല്ലില്ല, ലോകത്തിന് ബോധം വരുത്തും. അർത്ഥാൽ പരിശുദ്ധാത്മാവ് ഷമീറിൻ്റെ മേൽ വന്നാൽ നടക്കേണ്ട അനേക പ്രവൃത്തികളിൽ ഒന്ന്, ലോകത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി നിന്ന് അല്ലെങ്കിൽ ലോകത്തെ നോക്കിക്കൊണ്ട് പാപത്തെക്കുറിച്ചും, മനുഷ്യ നീ പാപിയാണെന്നും ആദാമ്യ പാപത്തിന് നീ അടിമപ്പെട്ടെന്നും, നീതിയെക്കുറിച്ച് നിന്നെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ നീതി സൂര്യനായ ക്രിസ്തു വെളിപ്പെട്ടു വന്നു എന്നും, ന്യായവിധിയെക്കുറിച്ച് അവനിൽ വിശ്വസിച്ചില്ല എങ്കിൽ, ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചില്ല എങ്കിൽ നിനക്ക് ന്യായവിധി വരുന്നുണ്ട് എന്നും ലോകത്തോട് വിളിച്ചു പറയുന്നവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്നാണ് പറയണേ. ഇനി 16:13, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സൂത്രത്തിലും നടത്തുന്നല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും, സത്യത്തിലും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ പാപത്തോട് വേർപെട്ട് സത്യത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരു ഗൈഡൻസ് തരും. പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തരും. അങ്ങനെ നമ്മളെ പാപത്തിൽ നിന്ന് വേർപെട്ടൊരു ജീവിതം നയിപ്പാൻ നമ്മുടെ മസിൽ പവർ കൊണ്ട് നമുക്ക് കഴിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കും. പാപത്തോട് വേറിട്ട് നിൽക്കാൻ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരും. അങ്ങനെ സകല സത്യത്തിലും വഴി നടത്തും. ഇത്യാദി കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് വന്നാൽ സംഭവിക്കണം. കാരണം യേശുവാ പറഞ്ഞത്, ഞാനല്ല. ഈ പറഞ്ഞതൊന്നും സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത് പറയാത്ത നിലയിലുള്ള മറിച്ചിലും ഒഴിച്ചിലും പിഴിച്ചിലും പൊക്കിയെറിയലും ചാടലും തുള്ളലും ഗ്ലാസും ചെക്കും ചവിട്ടിപ്പൊട്ടിക്കലും പൊട്ടിച്ചോ പ്രാപിച്ചോ പൊട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് മാജിക് ഷോ നടത്തുന്ന വകുപ്പൊന്നും പരിശുദ്ധാത്മാവ് കാണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ലായകയാൽ ഇത്തരത്തിലുള്ള നടപടി ദൈവജനം തിരിച്ചറിയണം. ദൈവജനം ഇത് തിരിച്ചറിഞ്ഞ് അവസാനിപ്പിക്കണം.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ പറഞ്ഞു തരുമ്പോൾ അത് കുറ്റം പറയുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു ബലഹീനമായ ബാലിശമായ ചിന്താഗതി നിങ്ങൾ അവസാനിപ്പിക്കണം. ഇത് കുറ്റമല്ല. ഞാൻ വളരെ സ്നേഹത്തോടെ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ പറയുന്നല്ലോ കുറ്റം പറയരുത്, കുറ്റം പറയരുത്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസഭയ്ക്ക് ദൂത് എഴുതിയില്ലേ? സഭയ്ക്ക് പെന്തിക്കോസുകാർ മാത്രമാണോ ബൈബിൾ വായിക്കണേ? അല്ലല്ലോ. ഒരു ഹിന്ദുവിന് കൊടുത്താൽ അവനും വായിക്കും, മുസൽമാന് കൊടുത്താൽ അവനും വായിക്കും, അല്ലേ? വിവിധ ജാതി മതക്കാർ വായിക്കുന്ന ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായം സഭയ്ക്ക് ദൂത് എഴുതുകയാണ്. 4-ാം വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ടോ? അയ്യോ, കുറ്റം പറയരുത്, കുറ്റം പറയരുത്. എന്നാൽ പിന്നെ ആ വാക്യം അങ്ങ് വെട്ടിക്കള. അതിൻ്റെ 14-ാം വാക്യത്തിൽ എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞോ എന്നൊരു കുറ്റം പറയാനുണ്ട്. അയ്യോ, പിന്നെയും കുറ്റം പറയുവാണ്. അതിൻ്റെ 20-ാം വാക്യത്തിൽ എങ്കിലും പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുന്ന വിഗ്രഹാർപ്പണം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. പിന്നെയും കുറ്റം പറയണം. സഭയുടെ കുറ്റം പബ്ലിക്കായി എന്ത് ചെയ്തു? ലോകം മുഴുവൻ വായിക്കുന്ന ബൈബിളിൽ ദാ എഴുതി വച്ചേക്കുന്നു. മോശമായിപ്പോയല്ലേ? ദൈവം ചെയ്തത് മോശമായിപ്പോയല്ലേ? ഇനി ചിലർ പറയുന്നു, ഓ നമ്മളെല്ലാം അങ്ങ് ക്ഷമിക്കണം, എല്ലാം യേശുക്രിസ്തുവിൻ്റെ ഭാവം നമ്മളെല്ലാം അങ്ങ് ക്ഷമിക്കണം. കുഞ്ഞേ, ഇതേ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. നോക്ക്, വെളിപ്പാട് പുസ്തകം 2:2, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു. ആ സഭയുടെ ഗുണം പറയുക, കൊള്ളരുതാത്തവരെ നിനക്ക് എന്ത് ചെയ്യില്ല? സഹിച്ചുകൂടാ. ഇന്നത്തെ സഭയോ കൊള്ളരുതാത്തവരെ പിടിച്ച് കയറ്റുകയും ചെയ്യും, KFC കൊണ്ടുപോയി ചിക്കനും മേടിച്ചു കൊടുക്കും, കൂടെ ഇന്ന് സെൽഫി എടുക്കും. എന്നാൽ സഭയെക്കുറിച്ചുള്ള ഗുണം പറയുന്നത് എന്താ? കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. പിന്നെ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. ഗുണം പറയുക സഭയുടെ. അപ്പോസ്തലന്മാരല്ലാതിരിക്കുക പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തലൻ എന്ന് എഴുതി വെച്ചുകൊണ്ട് ഇൻ്റർനെറ്റിലും ഫേസ്ബുക്കിലും അപ്പോസ്തലൻ അപ്പോസ്തലൻ എന്ന് പേരിൻ്റെ അറ്റത്ത് എഴുതി വെച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലനാകില്ല. അപ്പോസ്തലന്മാരാരാ? തനിക്കുള്ളതെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ പുറകെ ഇറങ്ങി ഭിക്ഷ യാചിച്ച കുരുടനോട്, അല്ലെ മുടന്തനോട്, ഭിക്ഷ യാചിച്ച ദേവാലയത്തിൽ നിന്ന് മുടന്തനോട്, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. അന്നത്തെ നാണയത്തുട്ടുകളാകുന്ന പൊന്നും വെള്ളിയും ഭിക്ഷയ്ക്ക് കൊടുക്കാൻ നാണയത്തുട്ട് പോലും കയ്യിലില്ലാത്ത അപ്പോസ്തലന്മാരാണ് വേദപുസ്തകത്തിലെ അപ്പോസ്തലന്മാർ. ഇന്നത്തെ അപ്പോസ്തലന്മാരോ പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തലനും വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് പറയും, ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലോട്ട് അയച്ചു തരിക. അതാണോ ബൈബിളിൽ അപ്പോസ്തലന്മാർ? അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. ഇനി താഴോട്ട് വായിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, അതിൻ്റെ 6-ാം വാക്യത്തിൽ എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ഇതാരാ പറയുന്നത്? കർത്താവ് പറയുക, കേൾക്കണേ. നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. 70 വട്ടം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ് തന്നെ പറയുകയാണ്, പകയ്ക്കുന്നത് നന്മയാണ്. അയ്യോടെ, പകയ്ക്കുന്നത് നന്മയാണ്. ഇതൊക്കെ ഒന്ന് പഠിക്കേ. ചിലർ പറയുന്നത് നമുക്ക് പെന്തിക്കോസുകാരുള്ളിടത്ത് മാത്രം പറഞ്ഞാൽ പോരെ, ലോകം മുഴുവൻ കേൾക്കുക, ഇങ്ങനെ മീഡിയയിലൂടെ ഒക്കെ പറയണോ? എൻ്റെ സ്നേഹിതരെ, വിവിധ ജാതി മതക്കാർ വായിക്കുന്ന വിശുദ്ധ ബൈബിളിൽ നീതിമാനായ ലോത്തെന്ന് സംബോധന ചെയ്ത ലോത്ത് തൻ്റെ മക്കളുമായി ശാരീരിക ബന്ധം പുലർത്തിയ കാര്യം ലോകം മുഴുവൻ കാണുന്ന ബൈബിളിൽ എഴുതി വെച്ചത് മോശമായിപ്പോയല്ലേ? ഇത്രയും വൃത്തികേട് കാണിക്കണമായിരുന്നോ ദൈവം എന്നും വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുമായിരിക്കും. വേണ്ട, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് ദൈവം ISIമാർക്കിട്ട് സാക്ഷ്യപ്പെടുത്തിയ ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയെ മോഹിച്ചതും പാപം ചെയ്തതും കൊലപാതകം ചെയ്തതും എല്ലാം ദൈവം പറഞ്ഞു, യോ എൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് ഞാൻ പറഞ്ഞും പോയി. ഇനി ഇവനെ ആരെങ്കിലും പിടിച്ചാൽ 10 പേരറിഞ്ഞാൽ എൻ്റെ നാമവും കൂടെ ദുഷിക്കപ്പെടുമല്ലോ. അതുകൊണ്ട് നാഥാനെ ഇവനെ എങ്ങനെയെങ്കിലും തട്ടിപ്പൊത്തിയില്ല, കാട്ടിനകത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കടാന്നൊന്നും പറഞ്ഞില്ലല്ലോ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാമവും കൂടെ ദോഷം വരുമെന്നും പറഞ്ഞ് ഒളിപ്പിച്ചില്ലല്ലോ. ലോകം മുഴുവൻ വായിക്കുന്ന ബൈബിളിൽ പരസ്യമായി ചരിത്രം കുറിച്ചു വച്ചില്ലേ? ലോകമനുഷ്യനായിരിക്കുന്ന ഒരുവൻ ബൈബിളിനെ കുറിച്ച് അറിയില്ലാത്ത ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ മനോരമ വായിക്കുന്ന പോലെ വായിച്ചാൽ ഞെട്ടിപ്പോകുന്ന പുസ്തകമല്ലേ ഉത്തമഗീതം? അല്ലേ? അതിനെ ആത്മനിറവിൽ മനസ്സിലാക്കാൻ കഴിയാതെ അക്ഷരാർത്ഥത്തിൽ വായിക്കുന്നവന് ഞെട്ടിപ്പോകുന്ന നിലയിലുള്ള പരാമർശങ്ങളും വാക്കുകളുമുള്ള പുസ്തകമല്ലേ ഉത്തമഗീതം?
അയ്യയ്യേ, വിവിധ ജാതി മതക്കാർ വായിക്കുന്ന ബൈബിളിൽ ഇത്തരത്തിലുള്ള അസഭ്യ വാക്കുകളോ മോശമായി പോയല്ലോ എന്ന് നിങ്ങളിതെല്ലാം ദൈവത്തോടും പറയുമോ മോശമായി പോയെന്ന്? നാം പഠിക്കുക വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകത. എൻ്റെ ഹൃദയപ്രകാരമുള്ളവനായാലും പ്രിയപ്പെട്ടവനായാലും എത്ര വലിയ പുള്ളിയായാലും ചെയ്ത തെറ്റിനെ തെറ്റെന്ന് വിളിക്കുന്ന ദൈവമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം. മുഖപക്ഷമില്ലാത്ത ദൈവം. അല്ല, പ്രിയപ്പെട്ടവനായതുകൊണ്ട് അനുവദിച്ചു കൊടുക്കുകയല്ല. നമ്മുടെ കുഴപ്പം അവിടെയാ. നമുക്കിഷ്ടപ്പെട്ടവരുടെ കുറ്റം പറയരുത്. നമുക്കിഷ്ടപ്പെട്ടവർ എന്ത് വിഡ്ഢിത്തരം പറഞ്ഞാലും പറയരുത്. ദൈവത്തിന് ആ മനോഭാവമല്ല കേട്ടോ. മുഖപക്ഷമില്ലാത്ത ദൈവം, തെറ്റിനെ തെറ്റെന്ന് പറയുന്ന ദൈവം. ഇനി ചിലർ പറയും, ഓ നാട്ടുകാരൊക്കെ അറിയുന്നല്ലോ, നാട്ടുകാരെല്ലാം കാണുമല്ലോ മീഡിയയിൽ കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. ഷമീർ പറഞ്ഞിട്ട് വേണ്ട നാട്ടുകാർ കാണാൻ. വിസ തട്ടിപ്പിൽ പാസ്റ്റർ അറസ്റ്റിൽ, പീഡനക്കേസിൽ അറസ്റ്റിൽ, കേരള ശബ്ദവും മലയാള മനോരമയിലും ഒക്കെ വരുന്ന വാർത്തയൊന്നും നാട്ടുകാർ കാണുന്നില്ലേ? ഷമീർ പറഞ്ഞിട്ട് വേണോ അറിയാൻ? പ്രിയ സ്നേഹിതരെ, ഏത് കാലത്താണ് ജീവിക്കുന്നേ? 12 ഒരുത്തൻ യൂദായായിരുന്നെന്ന് കരുതി 11 പേരുടെ യാത്രയ്ക്ക് ദോഷമൊന്നും വന്നില്ലല്ലോ. ഇന്നും അങ്ങനെ തന്നെയാ. 12 ഒരുത്തൻ യൂദ, അവൻ്റെ നോട്ടം സഞ്ചിയില, പണം. അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും. 120 പേരുള്ള ചർച്ചിൽ 12 യൂദ കാണും. 1200 പേരുള്ള ചർച്ചിൽ ചിലപ്പോൾ 120 യൂദ കാണും. 12 ഒന്ന് വെച്ച് അവർ പണത്തിന് വേണ്ടി കാട്ടിക്കൂട്ടും, അറസ്റ്റിലാവും, പിടിക്കപ്പെടും. ആയിക്കോട്ടെ, ബാക്കി 11 പേരുടെ വഴിക്ക് ഒരു ദോഷമില്ല. നല്ലതും ചീത്തയും എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് സമൂഹം മൊത്തത്തിൽ മോശക്കാരാണെന്നൊന്നും വരത്തില്ല. അങ്ങനെ ചിന്തിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാ. അങ്ങനെ ചിന്തിക്കുന്നവർ ചിന്തിച്ചോട്ടെ. നമുക്കെന്നാ? നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുക, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുക. പ്രാണൻ പോയാലും കഴുത്തറുത്തിട്ടാലും ദൈവവചനം വിട്ടൊരു കളിക്ക് കൈയടിക്കാതെ, ദൈവവചനം വിട്ടൊരു കളിക്ക് കൂട്ടുനിൽക്കാതെ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടത്തി ജനത്തെ വഴിതെറ്റിക്കുന്ന ഈ നിലപാടുകൾക്കെതിരെ ദൈവമക്കൾ ഒന്നിച്ചു നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. വചനത്തിനു വേണ്ടി നാം ഒന്നിച്ചു നിന്നുകൊണ്ട് കാഹളനാദത്തിങ്കൽ ഒരു മനസ്സോടുകൂടി നിത്യതയിലും ചേർന്നിരിപ്പാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. പ്രിയ സുഹൃത്തെ സജിത്തെ, ഞാൻ രക്ഷിക്കപ്പെട്ട 2002-ലാണ്. ആ കാലങ്ങളിൽ താങ്കളുടെ ഒരുപാട് പ്രസംഗങ്ങൾ ഇന്നും മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഷമീറിനേക്കാളും എന്തുകൊണ്ടും പ്രസംഗിക്കാൻ നല്ലതുപോലെ അറിയാവുന്ന, നല്ല നിലയിൽ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് താങ്കൾ എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് താങ്കൾ പോകുന്ന റൂട്ട് ശരിയല്ല. ഇന്ന് താങ്കൾ പോകുന്ന ട്രാക്ക് ശരിയല്ല. താങ്കൾ ഉപയോഗിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിലല്ല. സ്നേഹിത, താങ്കൾ മടങ്ങി വരൂ. ആ പഴയകാല പ്രസംഗകനായി താങ്കളെ തിരിച്ചു കിട്ടുന്ന ഒരു നല്ല ദിവസം ഉണ്ട് എന്ന പ്രതീക്ഷയോടെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.